കരിയർ അന്വേഷിക്കുന്ന ആൾക്കാർക്കായിട്ട് ഇന്ന് നമുക്കൊരു റീഡിംഗ് നോക്കാം. ഞാൻ 3 പൈൽസ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്പർ മനസ്സിൽ വിചാരിച്ചാൽ മതി. നമ്പർ 1, നമ്പർ 2 ഓർ നമ്പർ 3. ഇതിൽ 3-ൽ ഏതിലെങ്കിലും നിങ്ങൾക്കുള്ള ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പർ പൈലിലുള്ള ആയിരിക്കും. നിങ്ങളുടെ കരിയറിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ ആഴ്ച നിങ്ങൾ പുതിയ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഈ ആഴ്ച കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്പർ ചൂസ് ചെയ്തോ? ഫയൽ നമ്പർ 1. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയവിടെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്ത് കാണും. ഇൻ്റർവ്യൂവർ കുറച്ച് ടഫായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി കാണും. നിങ്ങൾക്ക് ഇനി ഒരു മെസ്സേജ് ഒന്നും വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇൻ്റർവ്യൂ ടഫായിരുന്നിരിക്കും, നിങ്ങൾ ഹോപ്പ് കൈവിട്ട് കാണും, പക്ഷേ ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫയൽ നമ്പർ 2. ഓക്കെ, നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് എബ്രോഡ് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വരുന്നുണ്ട്. ആ ഹെൽപ്പ് മിക്കവാറും നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇവർ എബ്രോഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ അടുത്തുനിന്ന് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും എബ്രോഡ് പോകാനുള്ള പ്ലാൻസ് സക്സസ്ഫുൾ ആവുന്നതായിട്ടും കാണുന്നുണ്ട്. ഫയൽ നമ്പർ 3. നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ച് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഓക്കെ, ആ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ ഒക്കെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടെ പ്രശ്നം ആവുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മെഡിറ്റേഷൻസ് ചെയ്യാം. അതിനുവേണ്ടി ലൈക്ക് യോഗ അങ്ങനെയൊക്കെ ചെയ്ത് മനസ്സിനെ സ്ട്രോങ് ആക്കണം. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള തരം മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്ത് നിങ്ങളെ തന്നെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നാൽ ഈ പ്രശ്നം തരണം ചെയ്ത് നിങ്ങൾക്കൊരു സക്സസ്സിൽ എത്താൻ സാധിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഈ 3rd ഗ്രൂപ്പുകാർക്ക് ഈ ആഴ്ച കോൾ വരാൻ സാധ്യതയില്ല. 1st and 2nd ഗ്രൂപ്പുകാർക്ക് ഈ ആഴ്ച കോൾ വരാൻ സാധ്യതയുണ്ട്.